പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ 5ാം ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബർത്ത്ഡേ ലെറ്റർ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു ലെറ്ററാണ് പഠിച്ചത്. എക്സ്റ്റൻഡഡ് റീഡിങ്ങിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ഒരു പേജ് നമ്പർ 45 പഠിച്ചത്. അതിൽ എന്താണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്താണ്. ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേയിലാണ്. അപ്പോൾ ആദ്യം ബർത്ത്ഡേ വിഷയൊക്കെ നേർന്നു. അതിനുശേഷം എന്ത് പറഞ്ഞു? ജവഹർലാൽ നെഹ്റു ഞാൻ ഒരു ഗിഫ്റ്റ് തരാം, പക്ഷേ എൻ്റെ ഗിഫ്റ്റിന് എൻ്റെ സ്നേഹത്തെയും ഞാൻ കിടക്കുന്ന ഈ ജയിലിൻ്റെ മതിലിന് തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെന്താണ്, സത്യം എന്നായാലും മറന്നീക്കി പുറത്തു വരും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നിനി നോക്കാനുള്ളത് പേജ് നമ്പർ 46 നോക്കാം. അപ്പോൾ നമ്മൾ അത്രയൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ബാക്കി നോക്കാം. ഓക്കെ, ലാംഗ്വേജ് ഇത്തി കട്ടിയായിരിക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ബാക്കി നോക്കാം. എ ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് ദ പ്ലേസ് ഓഫ് എ ടാക്ക്. അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഫെയർ. അപ്പോൾ നമുക്ക് തന്നെ അറിയാമെന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കണം. അപ്പോൾ ലെറ്റർ എന്താണെന്നാണ് പറഞ്ഞേക്കണം. ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് പ്ലേസ് ഓഫ് എ ടോക്ക്. അപ്പോൾ നമുക്ക് പരസ്പരം ആശയം കൈമാറാനുള്ള ഒരു മാർഗം തന്നെയാണ് ലെറ്റർ. അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഫെയർ. വൺ സൈഡഡ് അഫെയർ എന്ന് വെച്ചാൽ ലെറ്ററിൽ കൂടെ നമുക്ക് ഒരാൾക്കല്ലേ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റേ ആൾ അടുത്ത ലെറ്റർ എഴുതിയാലല്ലേ അയാളുടെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ലെറ്റർ എഴുതുന്നു, അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ അയാൾ കേൾക്കുന്നുള്ളൂ. അല്ലാതെ അയാൾ ലെറ്റർ വായിക്കുമ്പോൾ അയാളുടെ റിയാക്ഷൻ എന്താണ് എന്ന് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുമോ? അയാളുടെ മറുപടി എന്താണെന്ന് അപ്പോഴേ അറിയാൻ പറ്റുമോ? ഇല്ലല്ല. അത് അയാൾ വീണ്ടും തൊട്ടടുത്ത ലെറ്റർ എഴുതുമ്പോൾ അയാളുടെ റിയാക്ഷൻ എന്താണ്, അയാളുടെ ആ മറുപടി എന്താണെന്ന് തൊട്ടടുത്ത ലെറ്ററിലേ നമുക്ക് അറിയാൻ പറ്റൂ. അല്ലാതെ ആ ലെറ്റർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. മനസ്സിൽ കാണാം എങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് എ വൺ സൈഡഡ് അഫെയർ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള സംസാരമാണ് ഈ ലെറ്റർ വഴിയുള്ള സംസാരം എന്ന് പറയുന്നത്. ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വെർ ഹാവിങ് എ ടോക്ക്. അപ്പോൾ ഇന്ദിരാഗാന്ധിയോട് പറയാണ്, നീ ഒരു കാര്യം വിചാരിക്കുക, നമ്മൾ റിയലായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ പരസ്പരം സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കാൻ പറയുകയാണ് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത്. ഓക്കെ, ഇൻ ഹിസ്റ്ററി വി റീഡ് ഓഫ് ഗ്രേറ്റ് പീരീഡ്സ് ഇൻ ദ ലൈഫ് ഓഫ് നേഷൻസ് ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വുമൺ. അപ്പോൾ ഇൻ ഹിസ്റ്ററി, അപ്പോൾ ചരിത്രത്തിൽ വി റെഡ് ഓഫ് ഗ്രേറ്റ് പീരീഡ്സ് ഇൻ ദ ലൈഫ് ഓഫ് നേഷൻസ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രേറ്റ് പീരീഡ്സ് എന്ന് വെച്ചാൽ സുവർണ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഉള്ള ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വുമൺ. അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരുന്ന മെൻ ആൻഡ് വുമൺ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കും പറയുന്നത് അല്ലേ. അപ്പോൾ അവരെക്കുറിച്ചും എല്ലാം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഡു യു റിമെമ്പർ ഹൗ ഫാസിനേറ്റഡ് യു വെയർ when you first read the story of Jeanne d'Arc? അപ്പോൾ ജവഹർലാൽ നെഹ്റു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, എന്താണ്? ഡു യു റിമെമ്പർ ഹൗ ഫാസിനേറ്റഡ് യു വെയർ. അപ്പോൾ ഡു യു റിമെമ്പർ, നീ ഓർക്കുന്നുണ്ടോ? ഹൗ ഫാസിനേറ്റഡ് എന്ന് വെച്ചാൽ എത്രത്തോളം ആകർഷിക്കപ്പെട്ടു. ഫാസിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആകർഷിക്കുക എന്നാണ് അർത്ഥം. ഫാസിനേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ആകർഷിക്കുക. അപ്പോൾ നീ എത്രത്തോളം ആകർഷിക്കപ്പെട്ടു, നിനക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്തിന്? വെൻ യു ഫസ്റ്റ് റെഡ് ദ സ്റ്റോറി ഓഫ് ജെൻ ഡാർക്ക്. അപ്പോൾ ഈ ഒരു പേരാണ് കൊടുത്തേക്കുന്നത്, ഒരാളുടെ പേരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ജെന്നെ ഡി ആർക്ക് എന്നൊന്നും വായിക്കരുത്, ജെൻ ഡാർക്ക്. അതൊരു ഫ്രഞ്ച് പേരാണ്. ഓക്കെ, അപ്പോൾ ജെൻ ഡാർക്ക് എന്ന് വായിച്ചാൽ അവർ ആരായിരുന്നു? നമ്മുടെ ഫ്രാൻസിൻ്റെ ഹീറോയിൻ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഫ്രാൻസിൽ പണ്ടൊരു 100 years വാറൊക്കെ നടന്നായിരുന്നു, 100 കൊല്ലം നീണ്ടു നിന്നൊരു യുദ്ധം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഈ ജെൻ ഡാർക്ക് എന്ന് പറയുന്നത്, ഒരു സ്ത്രീയാണ്. ഓക്കെ, അപ്പോൾ വെൻ യു ഫസ്റ്റ് റെഡ് ദ സ്റ്റോറി ഓഫ് ജെൻ ഡാർക്ക്. അപ്പോൾ പറയാണ്,
ഈ ജെൻ ഡാർക്കിൻ്റെ സ്റ്റോറി നീ ആദ്യമായിട്ട് വായിച്ചപ്പോൾ തന്നെ നിനക്ക് എത്രത്തോളം അതിലോട്ട് നീ ആകർഷിക്കപ്പെട്ടു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ആയിരുന്നു അത് അല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ചോദിക്കുന്നത്. യുവർ ആംബിഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ. നിൻ്റെ ആഗ്രഹവും അതുപോലെ തന്നെയായിരുന്നു, അവരെ പോലെ തന്നെ ഒരാളായി തീരണം കേട്ടോ. ഈ ജെൻ ഡാർക്കിനെ പോലെ ഒരു നല്ല ഒരു വനിതയായി തീരണം, ഒരു രാജ്യത്തിൻ്റെ തന്നെ ഹീറോയിനായി മാറണം എന്നൊക്കെയായിരുന്നു ആരുടെ ആഗ്രഹവും? നിൻ്റെ ആഗ്രഹവും. ഓർഡിനറി മെൻ ആൻഡ് വുമൺ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. സാധാരണ മനുഷ്യർക്ക്, ഓർഡിനറി എന്ന് വെച്ചാൽ സാധാരണ, അപ്പോൾ സാധാരണ മനുഷ്യർക്ക്, ഓർഡിനറി മെൻ ആൻഡ് വുമൺ, അപ്പോൾ സാധാരണ ഉള്ള ആൾക്കാർക്ക്, സാധാരണപ്പെട്ട മനുഷ്യർക്ക് ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. സാധാരണ ഉള്ള ആൾക്കാർ ഹീറോകളല്ല അല്ലേ, ഒരിക്കലും അവർ നായകന്മാരാവില്ല. സാധാരണ ഉള്ള ആൾക്കാർ ഒരിക്കലും നായകന്മാരാവാൻ പറ്റില്ല. ദേ തിങ്ക് ഓഫ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ, ഓഫ് ദെയർ ചിൽഡ്രൻ ആൻഡ് ദെയർ ഹൗസ് ഹോൾഡ് വറീസ് ആൻഡ് ദ ലൈക്ക്. അപ്പോൾ ദേ തിങ്ക് ഓഫ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ. അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? തിങ്ക് ഓഫ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് വെച്ചാൽ ഒരു പ്രയോഗമാണത്. എന്ന് വെച്ചാൽ അവരുടെ ഫുഡ്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അല്ലേ. സാധാരണ ഒരാളാണെങ്കിൽ സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പിന്നെ ഓഫ് ദെയർ ചിൽഡ്രൻ, പിന്നെ അവരുടെ മക്കളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പിന്നെന്താണ്? ഓഫ് ദെയർ ഹൗസ് ഹോൾഡ് വറീസ് ആൻഡ് ദ ലൈക്ക്. പിന്നെ അവരുടെ വീട്ടിലെ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ എന്നത്തെ ജീവിതം, ഓരോ ദിവസത്തെയും ജീവിതം, അവരുടെ ഭക്ഷണം, അവരുടെ താമസം, അതിനെക്കുറിച്ച്, അവരുടെ കുട്ടികളുടെ ഭക്ഷണം, അവരുടെ പഠിത്തം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ആര് ചിന്തിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത്. ബട്ട് എ ടൈം കംസ് വെൻ എ ഓൾ പീപ്പിൾ ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ എ ഗ്രേറ്റ് കോസ്. അപ്പോൾ പക്ഷേ എപ്പോഴായാലും ആ ഒരു സമയം വരും. എങ്ങനെയുള്ളൊരു സമയം? ബട്ട് എ ടൈം കംസ്, അങ്ങനെയുള്ളൊരു സമയം വരും. എങ്ങനെയുള്ള സമയമാണ്? വെൻ എ ഓൾ പീപ്പിൾ ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ എ ഗ്രേറ്റ് കോസ്. ഈ സാധാരണക്കാരൊക്കെ എല്ലാവരും ഇതിഹാസങ്ങളായി മാറുന്ന, എന്ന് വെച്ചാൽ ലെജൻസായി മാറുന്ന, അവരും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കല്ല, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കൂടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എപ്പോഴെങ്കിലും വില കൊടുക്കുന്ന ഒരു സമയം വരും എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഓക്കെ, ദെൻ ഹിസ്റ്ററി ഹെൽപ്സ് ഈവൻ സിമ്പിൾ ഓർഡിനറി മെൻ ആൻഡ് വുമൺ ബിക്കം ഹീറോസ്. അപ്പോൾ ഓർഡിനറി മെൻ ആൻഡ് വുമൺ ബിക്കം ഹീറോസ്. അപ്പോൾ പറയുകയാണ്, സാധാരണ മനുഷ്യരും ഹീറോസ് ആവുന്ന, നായകന്മാരാവുന്ന ഒരു സമയം എന്തായാലും വരും എന്നാര് പറയുന്നു? ജവഹർലാൽ നെഹ്റു പറയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബന്ധിപ്പിക്കുന്ന ഏത് സമയത്താണ്? നമ്മളിപ്പോൾ ഈ ലെറ്റർ എഴുതിയത് ഏത് സമയത്താണ്? ഏകദേശം ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു സമയത്താണ് ഈ ലെറ്റർ എഴുതിയേക്കുന്നത് അല്ലേ. ആദ്യം നമ്മൾ ഡേറ്റ് കണ്ടേണ്. പേജ് നമ്പർ 45 നോക്കിയാൽ കാണാം ഡേറ്റ്. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930 1930 ലെറ്റർ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് റിലേറ്റ് ചെയ്ത് വേണം നമ്മളിത് നോക്കാൻ. ഓക്കെ, അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വേണം നമ്മളിത് വായിക്കാൻ. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്താണ്? എല്ലാ ആൾക്കാരും, നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സമയം വരും എന്നാണ് മൊത്തത്തിൽ ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഗ്രേറ്റ് ലീഡേഴ്സ് ഹാവ് സംതിങ് ഇൻ ദം വിച്ച് ഇൻസ്പയർസ് എ ഓൾ പീപ്പിൾ ആൻഡ് മേക്സ് ദം ടു ഗ്രേറ്റ് ഡീഡ്സ്. അപ്പോൾ ഗ്രേറ്റ് ലീഡേഴ്സ് ഹാവ് സംതിങ് ഇൻ ദം. അപ്പോൾ ഈ ഗ്രേറ്റ് ലീഡേഴ്സ്, നമ്മൾ ഗ്രേറ്റ് ലീഡേഴ്സ് എന്ന് വിളിക്കുന്ന ആരൊക്കെയാണ്? ഈ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അങ്ങനെയൊക്കെയുള്ളവർ തന്നെ. അപ്പോൾ മഹാത്മാരായ നേതാക്കന്മാരിൽ ഹാവ് സംതിങ് ഇൻ ദം, അവരുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ എന്തോ ഉണ്ട്, എന്തോ ഒരു ശക്തിയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. വിച്ച് ഇൻസ്പയർസ് ദ ഓൾ പീപ്പിൾ ആൻഡ് മേക്സ് ദം ഡു ഗ്രേറ്റ് ഡീഡ്സ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അത് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കാൻ കൂടെ ഉള്ളവരെയും കൂടെ ഒന്ന് ഉത്സാഹഭരിതരാക്കുന്ന, അല്ലേ, അവരെയും കൂടെ ഒന്ന് പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം ഈ നേതാക്കന്മാരിൽ എല്ലാവരിലും ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനായിട്ട്, അത്രയും പ്രചോദനം കൊടുക്കാനായിട്ട് കഴിയുന്ന എന്തോ ഒരു ശക്തി ആർക്കുണ്ട്?
ഈ നേതാക്കന്മാർക്ക് ഉണ്ട് എന്നാര് പറയുന്നു? ജവഹർലാൽ നെഹ്റു പറയുന്നു. ഇൻ ഇന്ത്യ എ ഗ്രേറ്റ് ലീഡർ ഫുൾ ഓഫ് ലവ് ഫോർ ആൾ ഹു സഫർ ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം ഹാസ് ഇൻസ്പയർഡ് അവർ പീപ്പിൾ ടു ഗ്രേറ്റ് ആക്ഷൻസ് ആൻഡ് നോബിൾ സാക്രിഫൈസ്. അടുത്തൊരു സെൻറ്റൻസ് കൂടെ നോക്കിയിട്ട് മൊത്തത്തിൽ പറയാം. ഹീ ഹാസ് ഹെൽപ്ഡ് ടു മേക്ക് ദ സ്റ്റാർവിങ്, ദ പുവർ ആൻഡ് ദ ഒപ്രസ്ഡ് ഫ്രീ ആൻഡ് ഹാപ്പി. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇൻ ഇന്ത്യ എ ഗ്രേറ്റ് ലീഡർ. ഇവിടെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? സത്യം പറഞ്ഞാൽ അത് മഹാത്മാഗാന്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്, ബാപ്പുജിയെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻ ഇന്ത്യ എ ഗ്രേറ്റ് ലീഡർ, നമ്മുടെ ഇന്ത്യയിലൊരു ഗ്രേറ്റ് ലീഡറുണ്ട്. ആരാണ്? ബാപ്പുജി. ഫുൾ ഓഫ് ലവ് ഫോർ ആൾ ഹു സഫർ ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം. അപ്പോൾ ഫുൾ ഓഫ് ലവ്, എല്ലായിടും മൊത്തം എപ്പോഴും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന ഒരു ഗ്രേറ്റ് ലീഡർ അല്ലേ? ആരാണ്? ഗാന്ധിജി. ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം, എല്ലാവരെയും സഹായിക്കാനുള്ള ആ ഒരു മനസ്സോടെ നിൽക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡർ. അതാര്? മഹാത്മാ ഗാന്ധി. ഹാസ് ഇൻസ്പയർഡ് അവർ പീപ്പിൾ ടു ഗ്രേറ്റ് ആക്ഷൻസ് ആൻഡ് നോബിൾ സാക്രിഫൈസ്. അപ്പോൾ ഹാസ് ഇൻസ്പയർഡ്, ഇൻസ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ ഇൻസ്പിറേഷൻ കൊടുക്കുക, പ്രചോദനമാവുക. അപ്പോൾ പ്രചോദിപ്പിച്ചു, എല്ലാവരെയും ഇൻസ്പയർ ചെയ്തു അവർ പീപ്പിൾ ടു ഗ്രേറ്റ് ആക്ഷൻസ് ആൻഡ് നോബിൾ സാക്രിഫൈസ്. സാക്രിഫൈസിൻ്റെ അർത്ഥം എന്തുവാണ്? സാക്രിഫൈസ് എന്ന് വെച്ചാൽ ത്യാഗം അല്ലേ? സാക്രിഫൈസ് എന്ന് വെച്ചാൽ ത്യാഗം. അപ്പോൾ എല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യജിക്കാനും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടാനായിട്ട് ആരെ ഇൻസ്പയർ ചെയ്തു? നമ്മുടെ ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് അല്ലേ? മഹാത്മാഗാന്ധിക്ക് അത്രയും ഇൻസ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും ജനങ്ങളെ ഇത്രയും പ്രചോദിപ്പിക്കാൻ പറ്റിയ വേറൊരു നേതാവില്ല എന്നാണ് ആര് പറയുന്നത്? ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഹീ ഹാസ് ഹെൽപ്ഡ് ടു മേക്ക് ദ സ്റ്റാർവിങ്, ദ പീപ്പിൾ ആൻഡ് ദ ഒപ്രസ്ഡ് ഫ്രീ ഹാപ്പി. ഒപ്രസ്ഡ് ഫ്രീ ആൻഡ് ഹാപ്പി. അപ്പോൾ പാവപ്പെട്ടവരെ അല്ലേ? ദ പുവർ ആൻഡ് ദ ഒപ്രസ്ഡ് എന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഏറ്റവും പാവപ്പെട്ട പുവറിനെയും പിന്നെ ഒപ്രസ്ഡ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടവരെയും ഒക്കെ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ? ഫ്രീ ആൻഡ് ഹാപ്പി, അവരെ സന്തോഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കാൻ, ഫ്രീഡം കൊടുക്കാനും സ്വാതന്ത്ര്യം കൊടുക്കാനും പിന്നെ സന്തോഷത്തിലേക്ക് നയിക്കാനും ഹാപ്പി ആക്കാനും ആർക്കേ സാധിച്ചിട്ടുള്ളൂ? അതിനുവേണ്ടിയാണ് ആര് പ്രവർത്തിക്കുന്നത്? മഹാത്മാഗാന്ധി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ബാക്കി നോക്കിക്കോ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്തുവാണ്? ഒരു ഗ്രേറ്റ് ലീഡർ ആവുന്നതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ബാക്കി നോക്കാം. ബാപ്പുജി ഈസ് ഇൻ പ്രിസൺ. അപ്പോൾ ഈ ഉപ്പു സത്യാഗ്രഹ സമയത്താണ് നമ്മൾ ഈ ലെറ്റർ എഴുതിയെന്ന് പറഞ്ഞായിരുന്നു 1930. അപ്പോൾ ഉപ്പു സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ബാപ്പുജി എവിടെയാണ്? ബാപ്പുജി ബ്രിട്ടീഷുകാർ പിടിച്ച് ജയിലിലിട്ടേക്കുന്ന സമയമാണ്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ജയിലിലാണ്, ബാപ്പുജിയും ജയിലിലാണ്. അപ്പോൾ പറയുകയാണ് ബാപ്പുജി ഈസ് ഇൻ പ്രിസൺ. അപ്പോൾ ഗാന്ധി എവിടെയാണ്? ജയിലിലായിരിക്കുന്നു. ബട്ട് ദ മാജിക് ഓഫ് ഹിസ് മെസ്സേജ് ഹാസ് സ്റ്റോളൻ ദ ഹാർട്ട്സ് ഓഫ് ഇന്ത്യാസ് മില്യൺസ്. അപ്പോൾ ദ മാജിക് ഓഫ് ഹിസ് മെസ്സേജ് അപ്പോൾ എന്തുവാണ്? അദ്ദേഹത്തിൻ്റെ മെസ്സേജിൻ്റെ മെസ്സേജ് എന്ന് വെച്ചാൽ സന്ദേശം. ബാപ്പുജി പറഞ്ഞു കൊടുത്ത, ഗാന്ധിജി പറഞ്ഞു കൊടുത്ത സന്ദേശങ്ങളുടെ ഒരു മാജിക്, അതിൻ്റെ ഒരു മായാജാലം. ബാപ്പുജി എന്താണോ ആളുകളുടെ പറഞ്ഞത് ആ കാര്യങ്ങൾ എന്ത് ചെയ്തു? ഹാസ് സ്റ്റോളൻ ദ ഹാർട്ട്സ് ഓഫ് ഇന്ത്യാസ് മില്യൺസ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സ് അത് കവർന്നെടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരെയും ആ കാര്യങ്ങൾ പ്രചോദിപ്പിച്ചു. കേട്ടോ, ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ അക്ഷരം പടി അനുസരിക്കാൻ, എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? അഹിംസ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ ആര് സന്നിഹിതരായി? ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ സന്നിഹിതരായി. ഗാന്ധി ജയിലിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇപ്പോഴും എവിടെ ഉണ്ട്? പുറത്ത് തന്നെ ഉണ്ട്. Men and women and even little children come out of their little shells and become India's soldiers of freedom. അപ്പോൾ men and women, സ്ത്രീകളും
പുരുഷന്മാരും ആൻഡ് ഈവൻ ദ ലിറ്റിൽ ചിൽഡ്രൻ, അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികൾ പോലും കം ഔട്ട് ഓഫ് ദെയർ ലിറ്റിൽ ഷെൽസ് ആൻഡ് ബിക്കം ഇന്ത്യാസ് സോൾജിയേഴ്സ് ഓഫ് ഫ്രീഡം. അപ്പോൾ അവരുടെ ആ ചെറിയ കൂട് വിട്ട് പുറത്ത് വന്ന്, കൂട് വിട്ടെന്ന് വെച്ചാൽ ആ ഒരു ഷെല്ല് വിട്ട് പുറത്ത് വന്നു എന്ന് വെച്ചാൽ അവരുടെ ആ ചെറിയ ഒരു ലൈഫിൽ നിന്ന് ഒതുങ്ങിക്കൂടാതെ അതൊക്കെ വിട്ട് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്? ആൻഡ് ബിക്കം ഇന്ത്യാസ് സോൾജിയേഴ്സ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാവാൻ, കേട്ടോ, ഫ്രീഡം ഫൈറ്റർ ആവാൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ ആര് തയ്യാറായി? ഈ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തയ്യാറായി. അതാണ് പറയുന്നത്, കേട്ടോ. ഗാന്ധിജിയുടെ കുറച്ച് സന്ദേശങ്ങളുടെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ എന്ത് ചെയ്തു? സ്ത്രീകളും കുട്ടികളും എല്ലാവരും എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ, കേട്ടോ, സ്വാതന്ത്ര്യ സമരത്തിനായിട്ടുള്ള ഈ ഒരു സമരത്തിൽ പങ്കുചേരാൻ തയ്യാറായി. ഇൻ ഇന്ത്യ ടുഡേ വി ആർ മേക്കിംഗ് ഹിസ്റ്ററി. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. ആൻഡ് യു ആൻഡ് ഐ ആർ ഫോർച്ചുനേറ്റ് ടു സീ this happening before our eyes and to take some part ourselves in this great drama. അപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഹിസ്റ്ററി, ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം നീയും ഞാനും അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ എന്തുവാണ്? ആർ ഫോർച്ചുനേറ്റ് എന്ന് വെച്ചാൽ ഭാഗ്യമുള്ളവരാണ്. നീയും ഞാനും ഒക്കെ ഭാഗ്യമുള്ളവരാണ്. കാരണം എന്തുവാണ്? ഈ സമയത്ത് തന്നെ ജനിക്കാനും പറ്റി, ഇതെല്ലാം നേരിട്ട് കാണാൻ പറ്റി, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് എന്താണ്? നീ ഞാനുമൊക്കെ ഭാഗ്യശാലികളാണ് എന്ന് പറയുകയാണ്. ആര് പറയാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഫ്രീഡം സ്ട്രഗിളിൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഈ സമരത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ സമയത്ത് തന്നെ ജനിക്കാൻ സാധിച്ചത് നമ്മുടെ ഒരു ഭാഗ്യമാണെന്നാണ് ആര് പറയുന്നത്? ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഓക്കെ, വാട്ട് പാർട്ട് വി പ്ലേ ഇൻ ഇറ്റ്. അപ്പോൾ ഈ ഒരു ഡ്രാമയിൽ, അതൊരു ഡ്രാമ എന്നാണ് പറയുന്നത്, ഒരു നാടകമാണ് ഈ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരമാവുന്ന നാടകത്തിൽ നമുക്ക് എന്ത് പാർട്ടാണ്, നമുക്ക് എന്താണ് ഇവിടെ കളിക്കാനുള്ളത്, നമുക്ക് ഏത് ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്? ഇഫ് വി ആർ ടു ബി ഇന്ത്യാസ് സോൾജേഴ്സ് വി ഹാവ് ടു റെസ്പെക്റ്റ് ഇന്ത്യാസ് ഓണർ ആൻഡ് ദ ഓണർ ഈസ് എ സേക്രഡ് ട്രസ്റ്റ്. അപ്പോൾ പറയാണ്, ഇഫ് വി ആർ ടു ബി ഇന്ത്യ സോൾജേഴ്സ്, ഇന്ത്യയുടെ കാവൽഭടന്മാരാവുന്നെങ്കിൽ, അല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റെസ്പെക്റ്റ് ഇന്ത്യാസ് ഓണർ. അപ്പോൾ ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തെ, അല്ലേ, ഇന്ത്യയെ നമ്മൾ അംഗീകരിക്കണം, അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് തീരുമാനിക്കാനുള്ള കാര്യം എങ്ങനെയാണ്? നോ ഈസി, ഒട്ടും എളുപ്പമല്ല. എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ തീരുമാനിക്കാനുള്ളത് ഒട്ടും എളുപ്പമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ശരിയേത് തെറ്റേതെന്ന് തീരുമാനിക്കുക അത്ര എളുപ്പമല്ല. പേജ് നമ്പർ 47 ബാക്കി. വൺ ലിറ്റിൽ ടെസ്റ്റ് ഐ ഷാൾ ആസ്ക് യു ടു അപ്ലൈ വെൻ എവർ യു ആർ ഇൻ ഡൗട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? നിനക്ക് എപ്പോഴൊക്കെ ഒരു സംശയം തോന്നുന്നോ അപ്പോഴൊക്കെ ഞാൻ ഈ പറയുന്ന ഒരു ചെറിയ ഒരു പരിശോധന നീ ഒന്ന് നടത്തി നോക്കുക. ഓക്കെ, ഈ ഒരു ടെസ്റ്റ് നീ ഒന്ന് ചെയ്ത് നോക്കുക എന്നാണ് പറയുന്നത്. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട് ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. അപ്പോൾ നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട്. അപ്പോൾ സീക്രട്ടായിട്ടെന്ന് വെച്ചാൽ ഒളിപ്പിച്ചുകൊണ്ട്, ഒന്ന് രഹസ്യമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാര് പറയുന്നു? ജവഹർലാൽ നെഹ്റു പറയാണ്, രഹസ്യമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്, മറ്റുള്ളവരിൽ നിന്ന് ഒളിക്കാൻ പാകത്തിനുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫോർ ദ ഡിസയർ ടു ഹൈഡ് എനിത്തിങ് മീൻസ് ദാറ്റ് യു ആർ അഫ്രൈഡ്. എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ എന്തിനേക്കോ ഭയപ്പെടുന്നു എന്നാണ് അർത്ഥം. ആൻഡ് ഫിയർ ഈസ് എ ബാഡ് തിങ് ആൻഡ് അൺവർത്തി ഓഫ് യു. അപ്പോൾ ഫിയർ ഈസ് എ ബാഡ് തിങ് പറയാണ്, പേടി എന്നുള്ളത് ഏറ്റവും മോശകരമായ ഒരു കാര്യമാണ്. ആൻഡ് അൺവർത്തി ഓഫ് യു,
അൺവർത്തി. അൺവർത്തി എന്ന് വെച്ചാൽ വർത്തി, വർത്തെന്ന് വെച്ചാൽ വിലയുള്ളത്. അപ്പോൾ അൺവർത്തി എന്ന് വെച്ചാൽ അയോഗ്യമായത്, അനർഹമായത് എന്നൊക്കെയാണ് അർത്ഥം. കേട്ടോ? അപ്പോൾ പേടിയുണ്ട് എന്നുള്ളതിന് അർത്ഥം എന്തുവാണ്? നീ ഒരു അയോഗ്യയാണ്, അല്ലെങ്കിൽ നിനക്ക് ഒരു മോശപ്പെട്ട കാര്യമാണ് നീ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ബി ബ്രേവ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഫോളോസ്. അപ്പോൾ പറയുകയാണ് എന്താണ്? ബി ബ്രേവ്, ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് പറയുകയാണ്. കറേജിയസ് ആയിട്ടിരിക്കൂ, നല്ല ധൈര്യമായിട്ട് ബ്രേവായിട്ട് ഇരിക്കൂ എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നു. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. യു നോ ദാറ്റ് ഇൻ അവർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ് ദർ ഈസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. അപ്പോൾ യു നോ ദാറ്റ്, നിനക്ക് തന്നെ അറിയാം. എന്തറിയാം? ഇൻ അവർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ്, നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ്, ആരുടെ നേതൃത്വത്തിലുള്ള? ബാപ്പുജിയുടെ നേതൃത്വത്തിലുള്ള, അല്ലേ, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ദർ ഈസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. ഇവിടെ ഒന്നും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ ഒന്നും ഇല്ല, സീക്രട്ടാക്കി വയ്ക്കാനോ ഉള്ള ഒരു കാര്യവും ഇല്ല. ഓക്കെ. വി ഹാവ് നത്തിങ് ടു ഹൈഡ്, നമുക്കൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യം ഇല്ല, ഒരു കാര്യവും അങ്ങനെ മറച്ചു വയ്ക്കേണ്ടതായിട്ടുള്ളത് ഇല്ല. വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. അപ്പോൾ നേരത്തെ പറഞ്ഞ് എന്തുവാണ്? ഇങ്ങനെ മറച്ചു വയ്ക്കുന്നെങ്കിൽ, ഒരു കാര്യം നമ്മൾ ആരുടെയും പറയാതെ മറച്ചു വയ്ക്കാൻ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? നമുക്ക് പേടിയാണ് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ പേടിയില്ല എന്നാണ് ആര് പറയുന്നത്? ജവഹർലാൽ നെഹ്റു പറയുന്നത്. നമുക്കൊന്നും മറച്ചു വയ്ക്കാനും ഇല്ല, അതുകൊണ്ട് നമുക്ക് ആരെയും പേടിയും ഇല്ല. വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് വാട്ട് വി ഡു ആൻഡ് വാട്ട് വി സേ, നമ്മൾ എന്താണോ ചെയ്യുന്നത്, പിന്നെ വാട്ട് വി സേ, നമ്മൾ എന്താണോ പറയുന്നത്, ഞാൻ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ നമുക്ക് ഒരു പേടിയും ഇല്ല. വി ആർ നോട്ട് അഫ്രൈഡ്. കേട്ടോ? നമുക്ക് ഒരു പേടിയും അതിനെക്കുറിച്ച് ഓർത്ത് ഇല്ല. വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്, നമ്മൾ വെട്ടത്തിലാണ് ചെയ്യുന്നത്, പകൽ വെട്ടത്തിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, നമ്മളെ എല്ലാം സുതാര്യമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. കേട്ടോ? എന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന്, എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഒളിച്ചു വയ്ക്കാൻ ആയിട്ട് വേറൊന്നും ഇല്ല, അതാണ് പറയുന്നത്. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലൈഫ്സ് ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ സൺ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഡു നത്തിങ് സീക്രട്ട്ലി. അപ്പോൾ ഈവൻ ഇൻ അവർ പ്രൈവറ്റ് ലൈഫ്സ്, അപ്പോൾ നമ്മുടെ ഒരാളുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും എന്തുവാണ്? ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ ലൈറ്റ്. അപ്പോൾ ഫ്രണ്ട്സിനെ സമ്പാദിക്കുമ്പോൾ, കൂട്ടുകാരെ സമ്പാദിക്കുമ്പോഴും, പിന്നെ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഡു നത്തിങ് സീക്രട്ട്ലി, നമ്മുടെ ജോലി ചെയ്യുന്നതായാലും ഫ്രണ്ട്സിനെ സമ്പാദിക്കുന്നതായാലും എല്ലാം അത് ലൈറ്റിലായിരിക്കണം, സൺലൈറ്റിലായിരിക്കണമെന്ന് വെച്ചാൽ എന്തുവാണ്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കണം, അല്ലാതെ സീക്രട്ടായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമല്ല ഇതൊന്നും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒന്നും ആർക്കും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല, ആരുടെടുത്തും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. അവരറിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, കാരണം നമുക്ക് പേടിക്കാനൊന്നുമില്ല. കേട്ടോ? പേടിക്കുന്നവനെ എന്തെങ്കിലും മറയ്ക്കാനുള്ളൂ. എന്തിനെങ്കിലും ഓർത്ത് പേടിക്കുന്നവന് മാത്രമേ എന്തെങ്കിലും മറയ്ക്കാനും ഉള്ളൂ. അപ്പോൾ ഒന്നും പേടിയില്ലാത്തവന് ഒന്നും മറച്ചു വയ്ക്കേണ്ട കാര്യവും ഇല്ല, അത്രേ പറയുന്നുള്ളൂ. ആൻഡ് ഇഫ് യു ഡു സോ മൈ ഡിയർ യു വിൽ ഗ്രോ അപ്പ് എ ഗേൾ ഓഫ് ദ ലൈറ്റ്. അപ്പോൾ പറയാണ്, ആൻഡ് ഇഫ് യു ഡു സോ, നീ അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ മൈ ഡിയർ, എൻ്റെ പ്രിയപ്പെട്ട മോളെ, യു വിൽ ഗ്രോ അപ്പ് എ ചൈൽഡ് ഓഫ് ദ ലൈറ്റ്, നീ പ്രകാശത്തിൻ്റെ കുട്ടിയാവും. പ്രകാശത്തിൻ്റെ കുട്ടിയാവും എന്ന് വെച്ചാൽ വളരെ നല്ലൊരു കുട്ടിയായി മാറും എന്നാണ് പറയുന്നത്. കേട്ടോ? അൺഅഫ്രൈഡ് ആൻഡ് സെറീൻ ആൻഡ് അൺറഫിൾഡ് വാട്ട് എവർ മേ ഹാപ്പൻ. അൺഅഫ്രൈഡ്, ഒന്നിനെയും പേടിക്കാത്ത. സെറീനായിട്ടുള്ളതെന്ന് വെച്ചാൽ ശാന്തമായ. കേട്ടോ? സെറീൻ്റെ അർത്ഥം എന്താണ്? ശാന്തമായ. പിന്നെ അൺറാഫിൾഡ്, ഒന്നിലും കുലുങ്ങാത്ത, എന്ത് സംഭവിച്ചാലും ഒന്നിലും കുലുങ്ങാതെ നിൽക്കുന്ന, അത്രയും ഒരു പേടിയുമില്ലാത്ത, ഒന്നിനെക്കുറിച്ച് ഒരു പേടിയുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നീ വളർന്നു വരും എന്ന് പറയുകയാണ്. ഐ ഹാവ് റിട്ടൺ എ വെരി ലോങ് ലെറ്റർ ടു യു. ഞാനിപ്പോൾ നിനക്കൊരു വലിയ ലെറ്ററാണ് എഴുതിയത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു 3 പേജ് കൊണ്ട് വായിക്കുകയല്ലേ? ഓക്കെ, ഇതൊരു വലിയ ലെറ്റർ ആയിരുന്നു. ആൻഡ് യെറ്റ് ദെയർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. പക്ഷേ എന്നിട്ടും തീരുന്നില്ല, എനിക്ക് പറയാനുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെയും എന്ന് പറയുകയാണ്. കേട്ടോ? പറഞ്ഞു തീർന്നിട്ടില്ല, എനിക്ക് ഇനിയും പറയാനുണ്ട്. ഹൗ ക്യാൻ എ ലെറ്റർ കണ്ടെയ്ൻ ഇറ്റ്. പക്ഷേ ഒരു ലെറ്ററിൽ, ഒരു കത്തിൽ എങ്ങനെയാണ് ഞാൻ ഇത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്? അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ എന്ന് പറയുകയാണ്. ഞാൻ എങ്ങനെ ഇത്രയൊക്കെ ഇരുന്ന് എഴുതുന്നത്? ഗുഡ് ബൈ ലിറ്റിൽ വൺ. അപ്പോൾ പറയാണ്, പിന്നെ ശരി
and you may grow up into a brave soldier in India's service. അപ്പോൾ നീ വളർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു പോരാളിയായി മാറട്ടെ എന്ന് ആര് പറയുന്നു? ജവഹർലാൽ നെഹ്റു ആശംസിക്കുകയാണ് സ്വന്തം മോളയൻ. കേട്ടോ, വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ്. എൻ്റെ എല്ലാ സ്നേഹാശംസകളോടും കൂടി ആര്? യുവർ ലവിങ് ഫാദർ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സിഗ്നേച്ചറും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ആ പാഠത്തിൽ പറയുന്നത്. കുറേ കാര്യങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള കുറേ കാര്യങ്ങളാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ദിരാഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? കള്ളം പറയരുത്, ആരോടും ഒന്നും മറച്ചു വയ്ക്കരുത്, ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ, നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റിൽ, സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഈ ഒരു മൂവ്മെൻറ്റിൽ നീയും പങ്കാളിയാവണം, ആരെയും പേടിക്കരുത്, ഒന്നിനെയും പേടിക്കാതെ നിൽക്കണം എന്നൊക്കെയാണ് ഒരു ജന്മദിനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേക്ക് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശം. ഓക്കെ, അപ്പോൾ പറഞ്ഞു തീരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം കുറേ ലെറ്ററുകൾ അയച്ചിട്ടുണ്ട്, ഇതേപോലത്തെ കുറേ ലെറ്ററുകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കൊടുത്തേക്കുന്ന ആ ബർത്ത്ഡേ ലെറ്റർ മാത്രമാണ്. അപ്പോൾ വായിച്ച് നോക്കുക. ഇത്തിരി കൺഫ്യൂഷൻ ആയിട്ടുള്ള പാഠമാണ്. ചില മീനിങ്ങുകളൊന്നും അവിടെ ഇവിടെ തട്ടി നേരെ കിട്ടണമെന്നില്ല. എന്തായാലും വായിച്ച് നോക്കുക. എക്സ്റ്റൻഡഡ് റീഡിങ് ആയിട്ടുള്ള പാസേജ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല എക്സാമിന്, അതുകൊണ്ട് പേടിക്കണ്ട. എന്തായാലും വായിച്ച് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.